അങ്ങനെ ജി സുധാകരൻ പാർട്ടി വിട്ടു. SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റ്. സമരങ്ങളുടെയും പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഉയർന്നു വന്ന നേതാവ്. CPMൽ ഏറെക്കാലം ശക്തമായ സാന്നിധ്യമായി നിലകൊണ്ട ഒരു നേതാവ്. സിദ്ധാന്തപരമായി നിലപാടുകൾ തുറന്നു പറയുന്ന ശൈലിയും വിമർശനാത്മക സമീപനവും അദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കി. അഴിമതി ആരോപണം നേരിടാത്ത ഭരണാധികാരി എന്ന പ്രതിച്ഛായ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു. എന്നാൽ ഇപ്പോൾ അതേ നേതാവാണ് പാർട്ടി അംഗത്വം ഒഴിഞ്ഞ് സ്വതന്ത്ര നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ വേർപാടിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം? ഒരു കാലത്ത് CPMൻ്റെ കരുത്തുറ്റ ശബ്ദമായിരുന്ന ജി സുധാകരൻ ഇന്ന് പാർട്ടിക്ക് പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ അത് നൽകുന്ന സൂചനയെന്ത്? ഇത് ഒരു വ്യക്തിപരമായ തീരുമാനം മാത്രമാണോ, അതോ CPMനുള്ളിലെ ആശയപരമായ അന്തശ്ചിത്രത്തിൻ്റെ പ്രതിഫലനമാണോ? പാർട്ടിയുടെ ഇന്നത്തെ ആശയപാതയെക്കുറിച്ച് സുധാകരൻ ഉയർത്തുന്ന വിമർശനങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണ്? ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ജി സുധാകരൻ്റെ നിലപാട് CPMൻ്റെ രാഷ്ട്രീയ ഗണിതത്തിൽ സ്വാധീനം ചെലുത്തുമോ? ദീർഘകാലം പാർട്ടിക്കായി പ്രവർത്തിച്ച ഒരു നേതാവിൻ്റെ ഈ നീക്കം CPMനെ ഏതു തരത്തിൽ ബാധിക്കും? CPMൻ്റെ സംഘടനാ ശക്തിയും ആശയധാരയും കുറിച്ച് പുതിയ സംശയങ്ങൾ ഉയർത്തുന്നു സുധാകരൻ. അതോ ഇത് കാലത്തിനൊപ്പമുള്ള ഒരു സ്വാഭാവിക രാഷ്ട്രീയ ഗതി മാത്രമാണോ? ഇന്ന് പൊതുവേദി പരിശോധിക്കുന്നു ജി സുധാകരൻ്റെ നിലവിലെ രാഷ്ട്രീയ നിലപാടും അതിൻ്റെ ആശയപരമായ പ്രതിഫലനങ്ങളും എന്തായിരിക്കും.